ഹലോ ഓൾ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റൗണ്ടിങ് ബോട്ടം പാറ്റേൺ ആണ്. സോ ഈ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹയർ ഹൈസും ഹയർ ലോസും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേണിൽ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ആ പാറ്റേൺ ബ്രേക്കായി താഴേക്ക് പോകുന്നതായിട്ട് കാണാം. പിന്നീട് ഒരു റൗണ്ടിങ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ആ ഹൈ ലെവലിലേക്ക് റീച്ച് ആയിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ഉണ്ടായിട്ട് മേലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇതാണ് ഒരു റൗണ്ടിങ് ബോട്ടം പാറ്റേൺ എന്ന് പറയുന്നത്. ഇതാണ് ഹയർ ഹൈസ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം ഹയർ ഹൈസ് ആണ്. ഇതാണ് ഹയർ ലോസ് വെച്ച് ആയിട്ട് വരുന്നത്. ഈ പോയിന്റാണ് നമ്മുടെ ബ്രേക്കിംഗ് പോയിന്റ് ഓർ ബ്രേക്ക് ഔട്ട് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 1000 ആണെന്ന് വെച്ചാൽ അതേ പ്രൈസ് റേഞ്ചിൽ പിന്നീട് ഇവിടെ ഒരു 2010-ലാണ് റീച്ച്. 2024 ആണെങ്കിൽ സെയിം പ്രൈസിലാണ് ഇവിടെ റീച്ച് ആയിരുന്നത്. പക്ഷെ ഓവർ ദ ഇയർ 2011, 2012, 2013 അങ്ങനെ 2020, 2021, 2022 ഇത് ലോവേഴ്സ് പിന്നീട് കയറി വരുന്നതായിട്ടും കാണാം. സോ ഈ ഹൈ ലെവൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കൂടുതൽ കാരണം എന്തെന്ന് വെച്ചാൽ റൈസ് ഇൻ റവന്യൂ ആൻഡ് EPS അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്നും പറയാം. ഇത് റൈസ് ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു റൗണ്ടിങ് ബോട്ടം പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് അതേ പ്രൈസ് ലെവലിലേക്ക് എത്തിയാൽ പിന്നെ അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും ഒരു പുൾ ബാക്ക് ഉണ്ടാവുകയും പിന്നീട് അവിടുന്ന് ഒരു നല്ലൊരു മൊമെന്റ് കിട്ടുകയും ചെയ്യും. സോ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എൻട്രിയും അതുപോലെ തന്നെ ഒരു ടാർഗറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പി റേഷ്യോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഏർണിങ്സ് EPS എന്ന് പറയുന്നത് 25 എന്ന് വെച്ചാൽ സോ പി റേഷ്യോ വരുന്നത് 1000/25 ആണ്. സോ ഒരു 40 എന്ന റേഞ്ചിലാണ് പി റേഷ്യോ വരുന്നത്. സോ ഇതേ അതായത് EPS ഇൻക്രീസ് ആയിട്ട് പോവുകയാണെങ്കിൽ 2024 എത്തുമ്പോൾ EPSന്റെ വാല്യൂ ഒരു 100 ആണ് എന്ന് വെച്ചാൽ 100ലേക്ക് റീച്ച് ആവുകയാണെങ്കിൽ സോ പി റേഷ്യോ വിൽ ബി ഈക്വൽ ടു 10. സോ ഈ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു ആർ ഗിവിങ് അതായത് ഒരു 10 രൂപയാണ് നിങ്ങൾ 1 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നൽകുന്നത്. പ്രീവിയസ്ലി 2010-ൽ നിങ്ങൾ 40 രൂപ കൊടുത്തിരുന്നു, ഇപ്പോൾ അത് 10 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ ഒരു സ്പോട്ടിൽ ഈ സ്റ്റോക്ക് വാങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും മേലോട്ട് പോവുകയും ചെയ്യുന്നത്. സോ ഈ പാറ്റേണിനെയാണ് നമ്മൾ റൗണ്ടിങ് ബോട്ടം പാറ്റേൺ എന്ന് പറയുന്നത്.